ലോകത്തിന്റെ സൗന്ദര്യം ആസ്വദിക്കാം. സ്വദേശത്തേക്കും വിദേശത്തേക്കും യാത്ര ചെയ്യാം സൂര്യയിലൂടെ. പാസ്പോർട്ട്, എമിഗ്രേഷൻ, ഫ്ലൈറ്റ് ടിക്കറ്റ്സ്, വിസ സ്റ്റാമ്പിംഗ്, സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ, വിസിറ്റിംഗ് വിസ, ഹോളിഡേ പാക്കേജസ്, ഉംറ പാക്കേജുകൾ, ഹോട്ടൽ ബുക്കിംഗ്, ഇൻഷുറൻസ്, ഫോട്ടോസ്റ്റാറ്റ്, ലാമിനേഷൻ, പാൻ കാർഡ്, റബ്ബർ സീൽ. സൂര്യ ഇന്റർനാഷണൽ ട്രാവൽസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ്, വടക്കാഞ്ചേരി, ചേലക്കര, ഡൽഹി, ദുബായ്, ഇപ്പോൾ ആറങ്ങോട്ടുകരയിലും. 9447268947 8056999614. നമസ്കാരം, എനി ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ നിബി രാജേഷ്. ലൈംഗിക അതിക്രമ കേസിൽ സംവിധായകൻ രഞ്ജിത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ജസ്റ്റിസ് CS ഡയസിന്റെ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. പശ്ചിമബംഗാൾ നടിയുടെ പരാതിക്ക് പിന്നിൽ ഗൂഢലക്ഷ്യമെന്നാണ് രഞ്ജിത്തിന്റെ പ്രധാന വാദം. സിനിമയിൽ അവസരം നൽകാത്തതിന്റെ നീരസമാണ് പരാതിക്ക് കാരണം. നടിയുമായി സംസാരിച്ചപ്പോൾ അണിയറ പ്രവർത്തകരും ഒപ്പമുണ്ടായിരുന്നു. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് തന്നെ നീക്കണമെന്നും ഉദ്ദേശവും പരാതിക്ക് പിന്നിലുണ്ടെന്ന് രഞ്ജിത്തിന്റെ ഹർജിയിൽ പറയുന്നു. ബംഗാളി നടിയാണ് രഞ്ജിത്തിനെതിരെ ആരോപണവുമായി രംഗത്തെത്തിയത്. പാലേരി മാണിക്യം എന്ന സിനിമയുടെ ഒഡിഷനായി വിളിച്ച ശേഷം ലൈംഗിക ലക്ഷ്യത്തോടെ ശരീരത്തിൽ സ്പർശിച്ചു എന്നാണ് പരാതി. സംഭവത്തിൽ എറണാകുളം നോർത്ത് പോലീസ് കേസെടുക്കുകയും ചെയ്തു. രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് രാജിവെക്കുകയും ചെയ്തിരുന്നു. നടിയുടെ ഫ്ളാറ്റിലുണ്ടായിരുന്ന സമയം മുഴുവൻ ചിത്രങ്ങളിലെ അസോസിയേറ്റ് ഡയറക്ടർമാരായ ശങ്കർ രാമകൃഷ്ണൻ, ഗിരീഷ് ദാമോദരൻ, പ്രൊഡ്യൂസർ സുബൈർ, ഓഫീസ് അസിസ്റ്റന്റ് ബിജു എന്നിവർ സന്നിഹിതരായിരുന്നുവെന്ന് ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ പറയുന്നു. ശങ്കർ രാമകൃഷ്ണനാണ് പ്രൊജക്ടിനെ കുറിച്ച് നടിയുമായി സംസാരിച്ചത്. എന്നാൽ ശങ്കർ രാമകൃഷ്ണനെക്കുറിച്ച് നടിയുടെ പരാതിയിൽ പരാമർശമില്ലാത്തത് സംശയാസ്പദമാണെന്നും മുൻകൂർ ജാമ്യാപേക്ഷയിൽ ആരോപിക്കുന്നു. ന്യൂസ് ഡെസ്ക് എനി ടൈം ന്യൂസ്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.